ആരും പറയാത്ത കാര്യങ്ങളെന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എഴുതിയൊരു പുസ്തകം ദേ പോലീസ് ഓടിക്കോ എന്നുള്ള, അതായത് പോലീസിൻ്റെ മർദ്ദനമുറകൾ, അതായത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങൾക്കൊക്കെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു ഉദയകുമാർ എന്ന് പറഞ്ഞൊരു ആളെ പോലീസ് പിടിച്ചു. അയാളൊരു ഈ അക്രിയൊക്കെ അക്രിയുടെ ഒരു കേന്ദ്രത്തിൽ അയാൾ ചുമട്ടുകാരനാണ്. അപ്പം ഇയാളുടെ കയ്യിൽ എവിടെ പോലീസുകാരൻ നിൽക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ 4000 രൂപ ഇരിക്കുന്ന പോലീസുകാരനെ കണ്ട് പോലീസുകാരൻ എവിടെ നിന്ന് കിട്ടിയിടാന്ന് ചോദിച്ചു. ഇട്ടോടെ ഞാൻ ചുമട്ടുകാരനാണ്, നിനക്ക് എത്ര രൂപ കൂലി? എനിക്കൊരു ദിവസം വേണ്ട 800 രൂപ. പിന്നെ ഈ 4000 രൂപ നിന്ന് വന്നു എനിക്ക്. അപ്പം അവൻ പറഞ്ഞു അത് കൂലി ഒന്നിച്ചിങ്ങോട്ട് തന്ന എന്ന് പറഞ്ഞു. ഇവനെ പോലീസുകാരും കൊണ്ടായിട്ട് അവിടെ മർദ്ദനങ്ങളൊക്കെ തുടങ്ങി. മർദ്ദനങ്ങളൊക്കെ ഇവൻ പറയണില്ല, ഞാൻ മോഷ്ടിച്ചാന്ന് പറയണില്ല. 4000 രൂപ, 40,000 4 ലക്ഷം ഒന്നുമില്ല, വെറും 4000 രൂപ. അവനത് പറയണില്ല. അവസാനം എന്ത് ചെയ്ത്, നമ്മുടെ രാജൻ കേസിലെ ഉരുട്ടൽ സാധനം എടുത്ത് ഇരുമ്പോലൊക്കെ തോടയിൽ വെച്ച് ഉരുട്ടാൻ തുടങ്ങി. എന്നിട്ടും പറയണില്ല. ഇവൻ പാതിരാത്രി ആയിപ്പോൾ അവൻ അവിടെ കിടന്ന് മരിച്ചു. ആ കേസിൽ കുറേ പോലീസുകാർക്ക് 3 പോലീസുകാരാണെന്ന് തോന്നുന്നത് അത് വധശിക്ഷ വിധിച്ചു. ഈ ഉദയകുമാറിൻ്റെ അമ്മ ഒരു പാവം അന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഒരു പഴയ കോടതിയുമായിട്ട് അവർ നടന്ന് ആ കേസ് ജയിച്ചു എന്ന് പറഞ്ഞു. എല്ലാ നേരവും ഈ കേസായിട്ട് ഒരു പഴയ കോടതിയായിട്ടാണ് നടപ്പ്. ആ അമ്മയുടെ നടപ്പ് വഴി അമ്മ അതിനുവേണ്ടി മെനക്കെട്ട് നടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാനും അവിടെ ഇവിടേക്ക് നടന്ന് അവസാനം ഇവർക്ക് വധശിക്ഷ കിട്ടിയത് തന്നെ. വധശിക്ഷ കിട്ടിയിട്ട് എന്തായാലും അവരിപ്പോൾ എങ്ങാണ്ടും ഏതോ സ്റ്റേഷനിൽ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ ഇവിടെ വധശിക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും കൊല്ലുമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ആരും വധശിക്ഷ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, സിംബോളിക്കൻ, പ്രതീകാത്മകമായിട്ട്. അതായത് കൊല്ലൂല, പത്രത്തിൽ വരും വധശിക്ഷ എന്ന് പറഞ്ഞു. ഒന്നാമത് കൊല്ലൂല്ല. നമ്മുടെ ഇന്ത്യയിൽ വധശിക്ഷ ഇങ്ങനെ നടപ്പാക്കാൻ ഒരുപാട് ഒന്നാമത് ഇവിടെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞ രാജ്യമല്ലേ നമ്മുടെ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത്രയും ജനസംഖ്യ കുറഞ്ഞു. അതുകൊണ്ട് ആരും കൊല്ലൂല. ഇങ്ങനെയൊക്കെ പത്രത്തിൽ ന്യൂസ് വരും, അത്രേ ഉള്ളൂ. ഏതാണ് 30 കൊല്ലത്തിനും പറ്റിയ റിപ്പർ ചന്ദ്രൻ എന്നും പറഞ്ഞ് ഒരാളെ കൊമ്പതായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. റിപ്പർ ചന്ദ്രൻ റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അയാൾ തുടരെ കൊലപാതകം നടത്തുന്ന ആളാണ്. ഒരു കൊലപാതകം നടത്തുന്ന ആളെയൊന്നും കൊല്ലൂല്ല ഇവിടെ. 2ഉം 3ഉം ഒക്കെ കൊല്ലുന്നവരെയാണ് കൊല്ലുന്നത്. റിപ്പർ ചന്ദ്രൻ അതിൽപ്പെട്ടതാണ്. റിപ്പർ എന്ന് പറയുന്നത് ഒരു ഫോറിനിലെ ഒരു കൊലപാതകയുടെ പേരാണ് റിപ്പർ. അയാൾ ചുറ്റിയായിട്ട് ഒരു ആളുകളേക്ക് കൊല്ലുന്ന പരിപാടിയായിരുന്നു. അതിൻ്റെ ഇവിടെ അതുപോലത്തെ ഒരു ചുറ്റിയെടുത്ത് ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ പണി ചെയ്തപ്പോഴാണ് റിപ്പർ ചന്ദ്രൻ. അയാളെ തൂക്കിക്കൊന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 30 വർഷമായിട്ടുണ്ട്. ഈ 30 കൊല്ലത്തിനുള്ളിൽ ഒരു 100 കേസിലെങ്കിലും ഇവിടെ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും കൊന്നിട്ടില്ല. എല്ലാവരും ജയിലിൽ. ആരെയും കൊല്ലൂല. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തിനാ ഇപ്പം ഇവർ പോലീസ് കഷ്ടപ്പെട്ട് ആളെയൊക്കെ പ്രതിയെ പിടിച്ച് മർദ്ദിച്ച് ഇവർ കുറ്റം തെളിയിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കാൻ വേണ്ടിയാണ് അവർ പാടുപെടുന്നത്, അല്ലേ? കുറ്റം തെളിയിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കാൻ വേണ്ടിയാണ്. അതിലെവിടുന്നാണ് കുറ്റം തെളിയിക്കണത്? ശിക്ഷ വാങ്ങി കൊടുക്കണം. എവിടുന്ന ശിക്ഷയൊന്നുമില്ല, വധശിക്ഷ അത് തന്നെ. 30 വർഷമായിട്ട് ഇവിടെ 100-ലധികം കൊലപാതക കേസുകളിൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആരും കൊന്നിട്ടില്ല. അപ്പം പിന്നെ ഇവരെന്തിനാ, പോലീസ് എന്തിനാ കിടന്ന് ഇവർ മെനക്കെട്ട് ഇത് ചെയ്യണെന്തിനാ? അപ്പോൾ പോലീസുകാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള
കമ്പൽഷൻ, പ്രഷർ വരും. അവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പൊളിറ്റിക്കൽ നേതാക്കന്മാരാണല്ലോ, മന്ത്രിമാരും ഒക്കെയാണല്ലോ അവിടെ നിന്ന് കൺട്രോൾ ചെയ്യണത്. അവർ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേസാണെങ്കിൽ അപ്പോൾ തന്നെ എല്ലാ നേരം വിളിച്ചുകൊണ്ടിരിക്കും, അവിടെ ആളെ പിടിച്ചോ എന്ന് ചോദിച്ചു. പോലീസുകാരെന്ത് ചെയ്യും? പിടിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ മുകളിലിരിക്കണം IPSകാരൊക്കെ ഉണ്ട്. മറ്റേ IPSകാർ മലയാളികളല്ലാത്ത IPSകാരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ആദ്യം പഠിക്കുന്നത് തെറി പറയാനാണ് പഠിക്കുന്നത്, മലയാളത്തിൽ തെറി. ഇവരൊക്കെ ഇരുന്ന് ഇവരുടെയൊക്കെ കേട്ട് ഈ പോലീസുകാർ വിഷമിക്കാൻ. അവസാനം അപ്പോൾ ഇവർക്ക് ആരെങ്കിലും പിടിച്ചേ പറ്റൂ. അപ്പോൾ ഇവരെ പിടിച്ച് മർദ്ദിച്ച് അവരെ തെളിയിക്കും. ഇനി അഥവാ ആളെ കിട്ടിയില്ല എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു നിരപരാധിനെ പിടിച്ചിട്ട് ഇടിച്ച് അവനെ കുറ്റം സമ്മതിപ്പിക്കും. അപ്പോൾ തന്നെ പത്രക്കാരൊക്കെ വന്ന് അവൻ പ്രതിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഈ പോലീസ് കിടന്ന് ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പം ഈ കുറ്റം തെളിയിച്ചിട്ടെന്താ? തെളിയിക്കാൻ പറ്റും. തെളിയിച്ചിട്ടെന്താ കാര്യം? ശിക്ഷയൊന്നുമില്ല. ശിക്ഷയൊക്കെ പണ്ട് കാലത്തൊക്കെ ജയിലിലൊക്കെ കിടക്കാന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന പണ്ടൊക്കെ ഒരു ശിക്ഷയായിരുന്നു. ഇന്നിപ്പോൾ എന്താ, ജയിലിലൊക്കെ അവിടെ സുഖവാസമാണ്. ഒരു പണിയും ചെയ്യേണ്ട, നല്ല ഫുഡും, ഒരു പണിയും ചെയ്യേണ്ട, ഒന്നും അറിയണ്ടല്ല. അവിടെ സമയാസമയം ഫുഡ് കിട്ടും. അത് തന്നെ സുഖവാസമാണ് വാസം പറഞ്ഞ ജയിലിൽ. അപ്പോൾ വധശിക്ഷ കിട്ടിയാൽ ഒന്നും പേടിക്കണ്ട. ഇപ്പം ആൾക്കാർക്ക് ഒന്നുമില്ല. വധശിക്ഷ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചിരിയാണ്, പ്രതികൾക്കൊക്കെ. പണ്ടൊക്കെ അങ്ങനെ രാജഭരണകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വധശിക്ഷയൊക്കെ വിധിച്ചു കഴിഞ്ഞാൽ അവന് കൊല്ലും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അന്നൊക്കെ ചുരുക്കം. അന്നേത്തി കൊലപാതകങ്ങളൊക്കെ വളരെ കുറവാണ്. കൊലപാതകങ്ങൾ നടന്ന കൊലപാതകീനെ കൊല്ലും. അതായിരുന്നു അന്നത്തെ സിസ്റ്റം. ഇപ്പോൾ ഗൾഫിലൊക്കെ നടക്കുന്ന അങ്ങനെയല്ലേ? ഇസ്ലാമിക രാജ്യങ്ങൾ നടക്കുന്ന അങ്ങനെയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരാളെ കൊന്ന അവനെ കൊല്ലുകയും. ഒരു വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചാൽ മതി. വണ്ടി ഇടിച്ചിട്ട് ആൾ മരിച്ചാൽ പോലും ഡ്രൈവർക്ക് വധശിക്ഷ കിട്ടും. നമ്മൾ ഇന്നാൾ ഈ ഇടയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രൈവർ അയാൾ അലക്ഷ്യമായിട്ട് വണ്ടി എടുത്തെന്നാണ് പറഞ്ഞത്. വണ്ടി അടുത്ത് ഒരു കുട്ടി മരിച്ചു, അതിന് വധശിക്ഷ വെച്ച്. എന്നിട്ട് പിന്നെ അവിടെ ഒരു ഗുണമുണ്ട്, ഈ ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടാം. അപ്പോൾ ബ്ലഡ് മണി ഇവിടെ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ പോലീസ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ സമ്മർദ്ദം. അവർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ചെയ്തവർക്ക് വലിയ പേര് കിട്ടും, കുറ്റം തെളിയിച്ച് പേര് കിട്ടും. ഒരു പ്രൊമോഷൻ എന്നത് ബാധിക്കൊന്നുമില്ല. പിന്നെ ഗ്ലാമർ പോസ്റ്റുകളൊക്കെ കിട്ടും. ഈ കഴിവില്ലാത്തവരൊക്കെ എവിടെയെങ്കിലും മുകളിൽ കൊണ്ട് തള്ളും. അവരുടെ പ്രൊമോഷനെ ബാധിക്കില്ല. പക്ഷേ വലിയ വലിയ പോലീസ്, ഇപ്പോൾ സിറ്റീസ് കമ്മീഷണർ അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. കഴിവില്ലാത്തവർക്ക് എവിടെയെങ്കിലും വല്ല മൂല കൊണ്ടു തരുത്തും, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും അവർക്ക് ഈ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. ഒരു സിനിമ വന്നില്ലേ, ആക്ഷൻ ഹീറോ ബിജു അല്ലേ? ആക്ഷൻ ഹീറോ എല്ലാവർക്കും കണ്ടിരിക്കാൻ രസമാണ്. അതിൽ ഒരു പട്ടീനെ അഴിച്ചു വിട്ടൊരു കുട്ടിയെ കടിപ്പിക്കുന്ന ഒരാളുണ്ട്, സാംസൺ. ഞങ്ങളുടെ പേര് സാംസൺ എന്നാണ്. പട്ടീനെ അഴിച്ചു വിട്ട് കുട്ടി ഒരു പൂ പറിക്കാനായിട്ട് വീടിൻ്റെ മുമ്പിൽ പൂ പറിക്കാനായിട്ട് വന്നതാണ്. ഇയാൾ പട്ടീനെ അഴിച്ചു വിട്ട് പട്ടി അത് കടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ അവസാനം ഇയാൾ സാംസൺ അന്വേഷിച്ച് പോലീസ് വന്നപ്പോൾ സാംസൺ പറഞ്ഞു, ഞാനങ്ങോട്ട് വന്നോളാം, സ്റ്റേഷനിലേക്ക് വന്നോളാം, എനിക്ക് അഡ്വക്കേറ്റിനെ വിളിച്ചിട്ടാണ് എനിക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇയാൾ ആക്ഷൻ ഹീറോ ഒരു അടിയും കൊടുത്ത് കയറാം വണ്ടിയിൽ. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷം. അപ്പോൾ അതിനകത്ത് മുഴുവൻ ആക്ഷൻ ഹീറോ ബിജുവിൽ എന്താ മുഴുവൻ അടിയാണ് മുഴുവൻ, അല്ലേ? കണ്ട സിനിമ കണ്ടിട്ടുണ്ട? അപ്പം അതിൽ പറയുന്നത് എന്താ, അവസാനം പറയുന്നുണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഈ ക്രമസമാധാനം, അതായത് ആളുകളൊക്കെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവസരം ഒരുക്കുന്നത് ഈ പോലീസാണ്. പോലീസിൻ്റെ ഈ അടിയും ഇടിയൊക്കെ കൊണ്ടാണ് ഈ കള്ളന്മാരും തെമ്മാടികളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കണമെന്ന്.
അത് സംഗതി വാസ്തവമാണ്, അതുകൊണ്ടാണ്. പക്ഷേ അതൊരു ന്യായമല്ല. ഒരാളെ എന്താ പറഞ്ഞ ഈ ഇടിക്കും എന്തൊക്കെ പറഞ്ഞാലും പോലീസിന് ഒരു മനുഷ്യനെയും തൊടാനുള്ള അർഹതയില്ല, കൈ കൊണ്ട് തൊടാനുള്ള അർഹതയില്ല. അങ്ങനെ തെളിയിക്കാൻ പറ്റും, തെളിയിച്ചാൽ മതി. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പോളിഗ്രാഫ് ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരെ ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇവർക്കിപ്പോൾ കുറ്റം തെളിയിച്ചില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്തോരം കുറ്റങ്ങൾ തെളിയിക്കാണ്ട് പോയിക്കൂടെ. അപ്പോൾ കുറ്റം തെളിയിക്കുക എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യനെ അതിൻ്റെ പേരിൽ അടിക്കാനും ഇടിക്കാനും പോകരുത്. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ പോലീസ് മർദ്ദനം ഏറ്റ ഒത്തിരി നേതാക്കന്മാർ ഇവിടെ ഭരണത്തിൽ കയറിയിട്ടുണ്ട്. KR ഗൗരി, VR കൃഷ്ണയ്യർ, പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, ഇങ്ങനെ ഒത്തിരി പേര്. ഇവരൊക്കെ ഭരണത്തിൽ കയറിയിട്ട് എന്താ, അവരൊന്നും ഒന്നും ചെയ്തില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊന്നും നമ്മുടെ സംവിധാനം അങ്ങനെയാണ്. അപ്പം ഇതുവരും അടിക്കാനും ഇടിക്കാനും പോയി പിന്നെ കള്ളന്മാരും തെമ്മാടികളും കഴിഞ്ഞാടാൻ തുടങ്ങും. അപ്പോൾ ഇയാള് KR ഗൗരിയുടെ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പോലീസിൻ്റെ ലാത്തിക്ക് ഉൽപാദനശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രസവിച്ചായിരുന്നു. മനസ്സിലായ? അവളെ അജിത നക്സലേറ്റ് കേസിൽ പിടിച്ചിട്ട് അജിതനെ അന്ന് പോലീസുകാർ പറഞ്ഞത്, അവളെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ ലാത്തിയൊക്കെ ഉപയോഗിച്ച്, അവളെ ഇനി പ്രസവിക്കൂല എന്ന്. പക്ഷെ അവൾ പ്രസവിച്ചു. അപ്പോൾ പോലീസ് എല്ലാവിധ എന്താ പറഞ്ഞേ, വല്ലാത്ത ഒരാളെ അതിനകത്തിട്ട് അവർക്ക് എന്തും ചെയ്യാം, ചോദിക്കാനാരുമില്ല. അവരതിനകത്തേക്ക് കേട്ടില്ല, ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് കേട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പോലീസ് മർദ്ദനം അവസാനിപ്പിക്കാണ്ട് പറ്റില്ല. പോലീസ് മർദ്ദനം അവസാനിപ്പിച്ചേ പറ്റൂ. കുറ്റം തെളിയിച്ചില്ലെങ്കിൽ വേണ്ട. കുറ്റം തെളിയിച്ചിട്ട് ഇപ്പോൾ കുറ്റം തെളിയിച്ചൊരു ശിക്ഷയൊന്നും കിട്ടാനുള്ള അവിടെ ചിക്കനും തിന്ന് കിടക്കാനുള്ള. അപ്പോൾ തെളിയിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ഒരു മനുഷ്യനെ ഈ മർദ്ദിക്കാനൊന്നും പോകരുത്. അതാണ് ഞാനീ പറയുന്നത്. അത് പോലീസിൻ്റെ ചുമതല എന്താണ് അറിയാമോ? പോലീസിൻ്റെ ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനും സ്വത്തിനും. ജീവൻ നമുക്ക് അംഗീകരിക്കാം, ജീവന് സംരക്ഷണം നൽകണം. ഈ സ്വത്തിന് സംരക്ഷണം നൽകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പഴയ ജന്മി നാടുവാഴി ആ കാലഘട്ടത്തെ ഒരു കോൺസെപ്റ്റാണത്, ഈ സ്വത്തിന് സംരക്ഷണം നൽകണത്. പണ്ടൊക്കെ ജന്മിയുടെ വീട്ടിലൊരു സ്വർണം, എന്തെങ്കിലും ഒരു മാല, എന്തെങ്കിലും സ്വർണം പോയി, അന്ന് എന്താ ചെയ്യണേ? അന്ന് പോലീസുകാർ ജന്മി വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് ജന്മിയുടെ വീട്ടിൽ നിന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പ്രതികളാണെന്നറിയാം. അവിടെയുള്ള ആ ജന്മിയുടെ വീട്ടിൽ നെല്ല് കുത്താനും കറ്റ മെതിക്കാനും പറമ്പ് കിളക്കാനും ഒക്കെ വന്ന അന്നത്തെ കാലം അങ്ങനെയാണല്ലോ. ഈ പാവങ്ങൾ ഇവരൊക്കെ മുറ്റത്ത് നിരത്തി ഇരുത്തും. എന്നിട്ട് പറഞ്ഞോ ആരാണ് എടുത്തതെന്ന് വെച്ചാൽ പറഞ്ഞോ. ചിലപ്പോൾ ഒരു ചെറിയ മലയായിരിക്കും പോയിക്കണത്. അവിടെ ഇടി തുടങ്ങിയൻ, ആദ്യത്തെ ആൾ മുതൽ ഇടി തുടങ്ങിയൻ. അപ്പോൾ 2-3 ഇടി കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റവന് തോന്നും ഈ അടുത്ത ഇടി എനിക്കിട്ടാ. അപ്പോൾ അവൻ പറയും ഇന്ന ആളാണ് എന്ന് പറയും. അതിനുവേണ്ടിയാണ് ഇടിക്കണേ. പറഞ്ഞ് അവനിട്ട് പിന്നെ വേറെ കിട്ടും. പറഞ്ഞു കൊടുത്തതിന് അവർ വേറെ കിട്ടും. അവരുടെ ആ തൊഴിലാളികൾ ഏതായാലും ഇതാണ് നടക്കണേ. അവസാനം ഇടിയും കഴിഞ്ഞ് ഇവരുടെ ജന്മിയുടെ നിന്ന് വല്ല കാശും മേടിച്ച് പൂയും. സ്വർണം ചിലപ്പോൾ ഈ അവിടുത്തെ സ്ത്രീ വല്ലയിടത്തും കുളിക്കാൻ പോയപ്പോൾ എടുത്ത് മറന്നു പോയതോ അല്ലെങ്കിൽ വല്ലതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇടിയും കഴിഞ്ഞ് പോലീസ് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്വർണ്ണം അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ നടക്കട്ടല്ലേ. ഇതൊക്കെ അപ്പം ഈ പോലീസ് പഴയ കാലത്തൊക്കെ ഈ പോലീസിൻ്റെ ചുമതലയെന്ന് പറഞ്ഞാൽ ഈ ജന്മികളെ സംരക്ഷിക്കലായിരുന്നു. പഴയ കാലത്തൊക്കെ ഈ രാജഭരണകാലത്ത് ഈ ജന്മികളെ സംരക്ഷിക്കലായിരുന്നു പോലീസിൻ്റെ പണി. അതെ, ജന്മിക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ നിന്ന് കൈക്കൂലിയും കാശൊക്കെ മേടിച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്വത്തിന് സംരക്ഷണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്വത്ത് എന്ന് പറഞ്ഞാൽ പണം അല്ലെങ്കിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അതിപ്പോൾ ഒരുപാട് പണമുള്ളവർ പോലീസിൻ്റെ സഹായമൊന്നും വേണ്ട. ഇപ്പോൾ അംബാനി എന്ന് പറഞ്ഞ പോലീസിൻ്റെ സഹായത്തോടെയാണ്
അയാളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണതിന് നൂറുകണക്കിന് സെക്യൂരിറ്റിക്കാരുണ്ട്. അത് പോലീസൊന്നും അല്ലത്. അപ്പോൾ പണമുള്ളവർ അങ്ങനെ ചെയ്തോട്ടെ. ഈ പോലീസിന് സ്വത്ത് സംരക്ഷണം, നമ്മുടെ ഇവിടെ സ്വത്ത് സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്വർണം. നമ്മുടെ ഇവിടുത്തെ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും കസ്റ്റഡി മരണങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വർണ്ണമോഷണവും. പണം മോഷണം കുറവാണ്, സ്വർണ്ണമോഷണമാണ് ഇവിടുത്തെ ഈ ഒത്തിരി പ്രതികൾ മരിക്കുന്നത്. അയാൾ വലിയ വലിയ കേസുകളൊന്നും അല്ല. ഇപ്പോൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ കേസ്, അങ്ങനെയുള്ള കേസുകളിലൊന്നും ഈ പ്രതികളൊന്നും ഇടിയൊന്നും കൊള്ളാണ്ട് അവർ രക്ഷപ്പെടും. കോടികളൊക്കെ കട്ടവന്മാരൊക്കെ. ഈ പാവം പിടിച്ചവൻ ചിലപ്പോൾ ഒരു മാല വല്ലതൊക്കെ കട്ടതിനായിരിക്കും ഇവരെ കൊണ്ട് പോലീസ് ഇടിച്ച് ചമ്മന്തിയാക്കി ചിലപ്പോൾ അവിടെ ചാവും. അപ്പം ഈ നമ്മുടെ ഇവിടെ ഇപ്പം ജീവനും സ്വത്തിനും എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണമൊന്നും വേണ്ട. സ്വർണം സംരക്ഷിക്കേണ്ട പോലീസിൻ്റെ ഡ്യൂട്ടി അല്ല. ഈ ആളുകളുടെ സ്വർണം നഷ്ടപ്പെട്ടത് വീണ്ടും എടുത്തു കൊടുക്കലേ, അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ട് പോയി അന്വേഷിക്കലേ, ഇതൊന്നും പോലീസിൻ്റെ പണിയല്ല. കാരണം സ്വർണ്ണം ഇടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആവശ്യമൊന്നുമല്ല. സ്വർണ്ണം ഇടുക എന്ന് പറഞ്ഞാൽ അല്ലേ? എങ്ങനെ തോന്നുന്നു? ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ സ്വർണ്ണം ഇട്ടിട്ട് പോയില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് പറ്റൂല സ്വർണം ഇവിടെ ഇട്ട്. അപ്പം ഇത് സംരക്ഷിക്കൽ പോലീസിൻ്റെ പണിയാണ്. അപ്പം ഇത് ഇനിയിപ്പോൾ ഒരു മാല പൊട്ടിച്ചോണ്ട് ഒരാൾ ഓടുന്നതാണ് വേണേൽ പോലീസ് ഓടിച്ചിട്ട് പിടിക്കാം, പോട്ടെ, വേറെ പൊട്ടിച്ചോണ്ട് ഓടുന്ന അത് പിടിക്കാം. അതല്ലാണ്ട് ഇപ്പോൾ ബസ്സിൽ വെച്ച് പൊട്ടിച്ച് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് കൊണ്ടുപോകും, അവിടെ വെച്ച് വേണമെങ്കിൽ പരിശോധിക്കാം. ഇതല്ലാണ്ട് എൻ്റെ മാല കാണാനില്ല, ഞാൻ പോലീസിൽ പരാതി പിടിക്കും. പോലീസ് വന്നിട്ട് ആ വീട്ടിലെ പണിക്ക് വന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ വേറെ വല്ല വല്ല ഇലക്ട്രീഷ്യനാ അവിടെ പെയിൻ്റ് അടിക്കാൻ വന്ന അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഈ സ്വർണ്ണമോഷണം അതിൻ്റെ പേരിൽ കേസെടുക്കാണ്ടിരിക്കുക. സ്വർണം കുറച്ച് പോയെങ്കിൽ പോട്ടെന്ന്. ഇതൊന്നും പാവപ്പെട്ടവൻ്റെ ഒന്നുമല്ല ഈ പോണത്. പാവപ്പെട്ടവൻ്റെ ചിലപ്പോൾ ഒരു പവൻ്റെ ഒരു മാലയുണ്ടാവും, അത് സൂക്ഷിച്ച് എവിടെയെങ്കിലും ഭദ്രമായിട്ട് നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കും. ഈ പോണതാരുടെ? വലിയ പണക്കാരുടെയാണ് സ്വർണം പോണത്. ഇവർ ലോക്കറിലും ഒന്നും കൊള്ളാണ്ട് വീട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്വർണം വെച്ചിട്ടുണ്ടാവും, ഇതിനകത്താണ് പോകുന്നത്. അത് പോയെങ്കിൽ പോട്ടെ. അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കരുത്. അതാണ് ഈ ജീവനും സ്വത്തിനും എന്ന് പറഞ്ഞാൽ. ജീവന് മാത്രം സംരക്ഷണം കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇന്നത്തെ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുക. നമസ്കാരം.